ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് ആ രണ്ടിരട്ട സഹോദരന്മാർ മരിക്കുന്നു. ഏകദേശം ഒരു വർഷത്തിനു ശേഷം അവർ പുനർജനിക്കുന്നു. ലോകം ആശ്ചര്യത്തോടെ നോക്കിക്കണ്ട ജെന്നിഫറിന്റെയും ഗില്ലിയന്റെയും കഥയാണിത്. 1947 ജോൺ പൊളോക്ക് ഫ്ലോറൻസ് പൊളോക്ക് ദമ്പതികൾക്ക് മൂന്നാമതായി ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞിന് അവർ ജോആന എന്ന് പേരിട്ടു. ജോആന പതിയെ പതിയെ വളർന്നു വരികയാണ്. 1951 എത്തുമ്പോഴേക്കും ഫ്ലോറൻസ് വീണ്ടും ഗർഭിണിയാകുന്നു. അവർക്ക് വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കുന്നു. അതും ഒരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു. അവർ ആ കുഞ്ഞിന് ജാക്ലിൻ എന്ന് പേരിട്ടു. നല്ല സന്തോഷകരമായ നിലയിൽ തന്നെ ആ പെൺകുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് വളരുകയാണ്. അച്ഛനമ്മമാർ അവരുടെ ബിസിനസ്സുകളുടെയൊക്കെ തിരക്കുകളിൽ പോകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ജോആനയും ജാക്ലിനെയും വളർത്തിയിരുന്നത് അവരുടെ മുത്തശ്ശിയായിരുന്നു. ജോആനയ്ക്ക് ജാക്ലിനെ ഭയങ്കര കരുതലായിരുന്നു. എന്തെന്ന് വെച്ചാൽ മൂത്തവളായതുകൊണ്ടാവാം ജോആന ജാക്ലിനെ എപ്പോഴും കെയർ ചെയ്തിരുന്നത്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. 1957 മെയ് മാസം 7-ാം തീയതി. എന്നത്തെ പോലെ തന്നെ ജോആനയും ജാക്ലിനും അടുത്ത വീട്ടിലെ ആന്റണി എന്ന ഒരു കുട്ടിയും കൂടി പള്ളിയിലേക്ക് പോവുകയാണ്. റോഡിന്റെ അരികിലൂടെ വളരെ സൂക്ഷിച്ചാണ് ഈ മൂന്ന് കുട്ടികളും നടക്കുന്നത്. പെട്ടെന്നാണ് ആ സംഭവം അവിടെ ഉണ്ടാകുന്നത്. അമിത വേഗത്തിൽ വന്ന ഒരു കാറ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് അവരുടെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങി പോവുകയാണ്. ആ നിമിഷത്തിൽ തന്നെ ജോആനയും ജാക്ലിനും മരിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി തന്നെ ആന്റണിയും മരിച്ചു. ഈ മരണങ്ങൾ ആ അച്ഛനമ്മമാരെ വല്ലാതെ തളർത്തി. കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയാണെന്ന് കണ്ടെത്തി. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് അറിയുന്നത് ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു. അതിൽ നിന്നും വന്ന വിഷാദത്തിൽ അഥവാ ഡിപ്രഷനിൽ അവർ ജീവിക്കുകയായിരുന്നു. അന്നേ ദിവസം അവർ അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ച് മരിക്കാൻ തീരുമാനിച്ച് കാർ എടുത്ത് ഇറങ്ങിയതായിരുന്നു. പോലീസ് വിശദമായി അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത് എന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു, ഇനി ഒരു കുഞ്ഞുങ്ങളും ജീവിക്കണ്ട എന്ന ഒരൊറ്റ ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നുവെന്ന്. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയും അവർ മനഃപൂർവ്വം കാറിടിച്ച് കൊന്നത്. രോഗമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം കോർട്ട് ഉത്തരവിടുകയാണ് ഇവർക്ക് മെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ അതൊക്കെ ഇവർക്ക് കൊടുക്കുകയാണ്. പക്ഷെ ഈ ഒരു ആഘാതം പൊളോക്ക് ഫാമിലിയെ, അതായത് ജോണിനെയും ഭാര്യ ഫ്ലോറൻസിനെയും വല്ലാതെ ഉലച്ചിരുന്നു. ജോൺ ഒരു സ്പിരിച്വാലിറ്റി താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോൺ ജനിച്ചതും വളർന്നതും ഒക്കെ മായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പുനർജന്മത്തിലൊക്കെ വലിയ വിശ്വാസമായിരുന്നു. അദ്ദേഹം തന്റെ സ്വപ്നങ്ങളില് സ്വർഗത്തിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന തന്റെ മക്കളെ കാണുമായിരുന്നു. ജോൺ തന്റെ പെൺമക്കളുമായി സംസാരിക്കാൻ പല വഴികളിലൂടെയും ശ്രമിക്കാൻ തുടങ്ങി. ജോണിനൊരു വിശ്വാസമുണ്ടായിരുന്നു തന്റെ 2 പെൺമക്കളും പുനർജനിക്കുമെന്ന്. അങ്ങനെ ഇരിക്കെ ഫ്ലോറൻസ് പിന്നെയും ഗർഭിണിയാവുകയാണ്. ആദ്യ സമയത്ത് ഡോക്ടർമാര് മെഡിക്കൽ ചെക്കപ്പ് വഴിയൊക്കെ ഒരു കുഞ്ഞെന്ന നിഗമനത്തിലായിരുന്നു. പക്ഷെ പിന്നീട് നടത്തിയ പരിശോധനകളിലൂടെയാണ് ഉറപ്പാവുന്നത് ഫ്ലോറൻസിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞല്ല 2 കുഞ്ഞുങ്ങളാണ് ഉള്ളതെന്ന്, ഇരട്ട കുട്ടികൾ. ഇതോടെ ജോൺ തന്റെ വിശ്വാസം ഉറപ്പിക്കുകയാണ് തന്റെ മരിച്ചുപോയ 2 പെൺമക്കളാണ് പുനർജനിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഫ്ലോറൻസ് ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇതിനെ ചൊല്ലി ഇവർക്കിടയിൽ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുക പതിവായിരുന്നു. 1958 ഒക്ടോബർ 4-ാം തീയതി ഫ്ലോറൻസ് ആ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് എന്തെന്നാൽ അതും പെൺകുഞ്ഞുങ്ങളായിരുന്നു എന്നതാണ്. ഈ 2 ട്വിൻസിനും ഇവർ പേരിട്ടു ജെന്നിഫർ എന്നും ഗില്ലിയൻ എന്നും. നാളുകൾ കടന്നുപോയി. അപ്പോഴാണ് ഫ്ലോറൻസ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ മരണപ്പെട്ടുപോയ മക്കളിൽ ഉണ്ടായിരുന്ന ഒരു ബർത്ത് മാർക്കുകള് ഈ കുഞ്ഞുങ്ങളിലും ഉണ്ട്. ഉദാഹരണത്തിന് ജാക്ലിൻ 3 വയസ്സുള്ളപ്പോൾ കളിക്കുന്നതിനിടയിൽ വീണ് കണ്ണിന് മുകളിൽ ഒരു പരിക്കേറ്റിരുന്നു. ആ പരിക്കേറ്റ പാടും പിന്നെ ഉണ്ടായിരുന്നു. അത് ജെന്നിഫറിന്റെ മുഖത്തും കണ്ടു. അതുപോലെ ജാക്ലിന്റെ ലെഫ്റ്റ് ഹിപ്പിൽ ഒരു റൗണ്ടിൽ ഒരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു. ഈ മാർക്ക് ജെന്നിഫറിലും ഫ്ലോറൻസ് കാണുകയുണ്ടായി. ഈ കുഞ്ഞുങ്ങൾക്ക് 2-3 മാസം പ്രായമൊക്കെ ആയപ്പോൾ ആ കുടുംബം ആ വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറുകയാണ്. ഈ കുട്ടികൾ വളരുംതോറും ആശ്ചര്യപ്പെടുത്തുന്ന പല കാര്യങ്ങളും ജോണും ഫ്ലോറൻസും കാണുകയുണ്ടായി. മരണപ്പെട്ടു പോയ ആ കുട്ടികളുടെ അതേ കളിപ്പാട്ടങ്ങൾ തന്നെ ഇവ തട്ടിമ്പുറത്തു നിന്നും തേടിപ്പിടിച്ച് ഉപയോഗിക്കുന്നു. അതുപോലെ ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന പല കളിപ്പാട്ടങ്ങളും
കുട്ടികളും ഈ കുട്ടികൾക്ക് അറിയത്ത് പോലും ഇല്ലാത്തത് അതിന്റെയൊക്കെ പേരുകൾ ഇവര് കൃത്യമായിട്ട് പറയുന്നു. ഇങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയ തങ്ങളുടെ ചേച്ചിമാർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു ഇവർക്കും ഇഷ്ടം. അവർ എന്തൊക്കെ കളികൾ കളിക്കുമായിരുന്നോ അതൊക്കെ ഈ കുട്ടികളും കളിക്കും. ഇതൊക്കെ മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തി. ജോന തന്റെ അനിയത്തിയായിരുന്ന ജാക്ലിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്തിരുന്നു അതേ കെയറിംഗ് ആണ് ഗില്ലിയൻ ജെന്നിഫറിനോടും കാണിച്ചിരുന്നത്. സഹോദരിമാർ കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടതോ തങ്ങൾക്ക് ഇങ്ങനെ രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നെന്നോ പോലും ആരും ഈ കുട്ടികളെ അറിയിച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് പോലും റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കുമായിരുന്നു. തരത്തിലുള്ള കാറുകളുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഇവർ ഒരുപോലെ ഭയക്കുകയും കരയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവർ പുനർജനിച്ചതാണ് എന്ന നിലയിൽ ആളുകളിലേക്കും സംസാരം വന്നു തുടങ്ങി. 1963 സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സ്റ്റീവൻസൺ ഈ രണ്ട് കുട്ടികളെയും വന്ന് കാണുകയാണ്. അദ്ദേഹം കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ഒക്കെ വിശദമായി സംസാരിച്ചു. ഇതിനിടയിൽ ജനശ്രദ്ധ ഇവരിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ ഇവർ തങ്ങളുടെ ചേച്ചിമാരെ പറ്റിയുള്ള കാര്യങ്ങളും പുനർജന്മവും എല്ലാം മനസ്സിലാക്കി. സ്റ്റീവൻസൺ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു പുസ്തകം എഴുതി പുറത്തിറക്കിയിരുന്നു. അദ്ദേഹം ആ പുസ്തകത്തിനിട്ട പേര് ചിൽഡ്രൻ ഹു റിമെമ്പർ ദെയർ പ്രീവിയസ് ലൈഫ്സ് എന്നായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവർ വളർന്നു വലുതാകാൻ തുടങ്ങി. അവർ തങ്ങളുടെ പുനർജന്മമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മറന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഏറെക്കുറെ 20 വർഷങ്ങൾക്ക് ശേഷം സ്റ്റീവൻസൺ വീണ്ടും ഈ പൊളോക്ക് ടീൻസിനെ കാണാൻ വരികയാണ്. അപ്പോഴത്തേക്കും ഇവർ ഈ സഹോദരിമാരെ പറ്റിയും പുനർജന്മത്തെ പറ്റിയും എല്ലാം മറന്നു കഴിഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. ഒന്നുകിൽ എല്ലാം ഒരു കോയിൻസിഡൻസ് ആകാം, ബർത്ത് മാർക്ക് പോലും ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം എന്ന് നമ്മൾ എഴുതി തള്ളേണ്ടി വരും. അല്ലെങ്കിൽ ജോണും ഫ്ലോറൻസും ഈ കുട്ടികളെ ചെറിയ പ്രായത്തിലെ മരണപ്പെട്ട സഹോദരിമാരെ പറ്റിയൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അതാവാം ഒരുപക്ഷെ അവർ ചെയ്യുന്നത് പോലെയൊക്കെ ഈ കുട്ടികളും ചെയ്തിരുന്നത്, സഹോദരിമാരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഉള്ള ഒരു സാധ്യത എന്താന്ന് വെച്ചാല് ജോവാനയുടെയും ജാക്ലിന്റെയും പുനർജന്മം തന്നെയാണ് ഇത് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടി വരും. നിങ്ങൾ എന്താണ് തോന്നുന്നതെന്ന് ഈ ഒരു വീഡിയോയെ പറ്റി കമന്റ് ചെയ്യണം. ഇത്തരത്തിലുള്ള വീഡിയോസുമായി ഇനിയും വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്സ്.